എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അതായത് ജൂൺ 19 പ്രസിദ്ധീകരിക്കുന്നതാണ്. admissions.kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഒരു പേജിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ FIUGP ആൻഡ് FIIMB പ്രോഗ്രാം ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾ വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഹോം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. നിലവിൽ നിങ്ങൾക്ക് അതായത് ജൂൺ 18 വൈകുന്നേരം 5 മണി വരെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം ഈ ഒരു പേജിൽ ഉണ്ട്. ഇവിടെ രജിസ്റ്റർ ഹിയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ജൂൺ 18 വൈകുന്നേരം വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ ജൂൺ 19 അറിയാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലിങ്ക് കാണാൻ പറ്റും. ഹോം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഹോം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് ലോഡായിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് അക്കങ്ങൾ കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്താണോ ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് കാണുന്നത് അത് കൃത്യമായിട്ട് എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സൈൻ ഇൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രൊഫൈൽ പേജാണ് കാണാൻ പറ്റുക. അപ്പോൾ ആ ഒരു പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണ്, അതായത് അലോട്ടഡ് കോളേജ് ഏതാണ്, അലോട്ടഡ് കോഴ്സ് ഏതാണ് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി എന്ന് പറഞ്ഞുകൊണ്ട് യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഒരു മാൻഡറ്ററി ഫീസ്, അതായത് യൂണിവേഴ്സിറ്റിയുടെ ഒരു മാൻഡറ്ററി ഫീസ് ഉണ്ട്. മാൻഡറ്ററി ഫീസ് ഏകദേശം ഒരു 600-700 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ആ ഒരു മാൻഡറ്ററി ഫീസ് വരുന്നത് അതനുസരിച്ച് നിങ്ങൾ ആ ഒരു ഫീസ് അടക്കുക. SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു ജനറൽ വിഭാഗത്തിൻ്റെ ആ ഒരു ഫീസിൻ്റെ പകുതി മാത്രമാണ് ഫീസ് വരുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു ഹോം പേജിൽ നേരത്തെ ഈ ഒരു അപ്ലൈ രജിസ്റ്റർ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ FIUGP പ്രോഗ്രാംസ് പേജിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ലിങ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷനായിട്ട് ഏകദേശം ടോട്ടൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 8 സ്റ്റെപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതായത് ജൂൺ 24 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിനാണ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു മാൻഡറ്ററി ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ UPI വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചെറിയൊരു പൈസയാണ് ഫീ പേയ്മെൻ്റ് ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ അടക്കുക. അതിന് ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത്. അടച്ച ശേഷം നിങ്ങൾ അതിൻ്റെ റെസിപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെക്കേണ്ടതാണ്. കാരണം റെസിപ്റ്റ് അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് ജൂൺ 24 വരെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ആരൊക്കെയാണ് ഈ ഒരു ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 20 ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പോൾ 20 ഓപ്ഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 8ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ 8ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ള 9, 10 ആ ഒരു രീതിയിൽ 20 വരെ ഉള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ 8ാമത്തെ ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ അവിടെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അത് എത്ര രൂപയാണോ ഫീ പേയ്മെൻ്റ് ആയിട്ട് പറയുന്നത് ആ ഒരു പൈസ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ജൂൺ 24 ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കിട്ടിയ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സീറ്റ് തന്നെ മതി എന്നുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യുന്നത് ഇതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻസൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ചില ഓപ്ഷനുകൾ മാത്രമായിട്ട് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ 8ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 3ാമത്തെ ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് മാത്രം റിമൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ അവിടെ ആ ഒരു ഹയർ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ.
അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 25 തീയതിയാണ്. ജൂൺ 25 തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഒരു അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ജൂൺ 26 മുതൽ 27 തീയതി വരെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ 27 മുതൽ 28 തീയതി വരെയാണ് അതുപോലെ തന്നെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അഡ്മിഷൻ്റെ കാര്യം പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു എനിക്കിപ്പോൾ ഒരു 8ാമത്തെ ഓപ്ഷനാണ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ 8ാമത്തെ ഓപ്ഷൻ കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ ഹയർ ഓപ്ഷൻസ് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, എനിക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നെ പരിഗണിച്ച് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ ആ ഒരു 8ാമത്തെ ഓപ്ഷൻ കിട്ടി ഞാൻ ഫീ പേയ്മെൻറ്റ് ചെയ്ത ആ ഒരു ഓപ്ഷനിൽ തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എന്നാൽ എനിക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്കിപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പോൾ 6ാമത്തെ ഓപ്ഷനിലേക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ അടിച്ച ആ ഒരു ഫീസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ ഇവിടുത്തെ അഡ്മിഷൻ റദ്ദ് ചെയ്യും. അതുപോലെ ഇതിന് മുകളിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷന് താഴെ എല്ലാവിധ ഓപ്ഷനും റദ്ദ് ചെയ്യപ്പെടും. അതിനുശേഷം പുതുതായിട്ട് കിട്ടിയ ആ ഒരു ഓപ്ഷൻ ഏതാണോ അവിടെയാണ് എനിക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള ആ ഒരു സീറ്റ് തന്നെ നിങ്ങൾക്ക് മതിയെന്നാണെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഹയർ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റ് ഓപ്ഷനുകളാണ് ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കിടയിലുള്ള അഡ്മിഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്മിഷൻ വിവിധ വിഭാഗങ്ങൾക്ക് ആയിട്ട് കോഴ്സ് വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടാണ് അഡ്മിഷൻ ഉണ്ടാവുക. ആദ്യം BSc ആണ്. BScയും BCA കോഴ്സും കിട്ടിയവർക്ക് 27 മുതൽ 28 തീയതി വരെയാണ് അഡ്മിഷൻ ഉണ്ടാവുക. BCom ആണെങ്കിൽ ജൂൺ 30 മുതൽ ജൂലൈ 1 തീയതി വരെയും, BA ലാംഗ്വേജസും BA നോൺ ലാംഗ്വേജ് ഓർ BSW കോഴ്സുകളാണെങ്കിൽ ജൂലൈ 2 മുതൽ ജൂലൈ 4 തീയതി വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, കോളേജിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ ഇതുപോലുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടുന്നുണ്ടെങ്കിൽ അങ്ങനെ നേടേണ്ടതായിട്ട് വരും. അല്ലാതെ ഓൺലൈനായിട്ടൊന്നും ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നവരും പോയിട്ട് കോളേജിൽ വിളിച്ച് ചോദിച്ച് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് വേണം കോളേജിൽ പോകാനായിട്ട്. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ഫീസ് മാത്രമേ അടക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. എന്നാൽ കോളേജിൽ ഫീസ് അടക്കേണ്ടതായിട്ട് വരില്ല. പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ഒരു നിർദ്ദേശം കിട്ടും. അത് ടെമ്പററി അഡ്മിഷൻ എടുത്തവരും പിന്നീട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് ആ ഒരു സമയത്തേക്ക് നിങ്ങൾ കൃത്യമായിട്ട് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെയാണ് പ്രസിദ്ധീകരിക്കുക. നാളെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫീ പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. ജൂൺ 24 തീയതി വരെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സീറ്റ് നഷ്ടപ്പെടും, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വേണ്ടെങ്കിൽ, അത് ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ മുകളിൽ ബാക്കിയുള്ള ഓപ്ഷനുകൾ വേണ്ട എന്നാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാം. അതുപോലെ ഏതെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇനി അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആ ഒരു ഓപ്ഷനുകളെ പരിഗണിക്കപ്പെടണം എന്നാണെങ്കിൽ അവിടെ ആ ഒരു ഓപ്ഷനുകൾ അതേപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന്, അതായത് ജൂൺ 18 തീയതി വൈകുന്നേരം വരെ ആപ്ലിക്കേഷനിൽ വേണ്ട എന്ത് എഡിറ്റുകളും അതായത് ഈ ഒരു ഫീസ് കൂടാതെ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് അതായത് ഇന്ന് ഈ ഒരു എഡിറ്റ് ചെയ്യാനുള്ള അവസരം കഴിഞ്ഞ ശേഷം പിന്നീട് എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ഫീസ് നൽകേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.